വാർത്തകൾ തുടരുന്നു. അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ ചെളിക്കുഴിയായി കാസർഗോഡ് ചെർക്കള ടൗൺ. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇവിടെ ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. അശാസ്ത്രീയ റോഡ് നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇന്ന് രാവിലെ പെയ്ത വേനൽ മഴയിലാണ് ചെർക്കള ടൗണിലും പരിസര പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഏറെ പണിപ്പെട്ടാണ് വാഹനങ്ങൾ ഇതുവഴി കടത്തിവിട്ടത്. ഗതാഗതം സുഗമമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നാട്ടുകാർ തന്നെയാണ് നേതൃത്വം നൽകിയത്. അതേസമയം റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ച് നാട്ടുകാർ ഇവിടെ പ്രക്ഷോഭത്തിലായിരുന്നു. നാട്ടുകാരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അധികൃതർ ജോലി തുടരുകയായിരുന്നു. നേരത്തെ ടൗണിൽ ഉണ്ടായിരുന്ന ഓവുചാൽ ഇല്ലാതാക്കിയതോടെ പുതിയത് നിർമ്മിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ചെർക്കള ടൗൺ പൂർണ്ണമായും 1.5 മീറ്റർ താഴ്ത്തുക എന്നതായിരുന്നു ദേശീയപാത അധികൃതരുടെ ആദ്യ തീരുമാനം. കുഴിച്ചെടുത്ത ഏതാണ്ട് 100 മീറ്റർ പിന്നീട് മണ്ണിട്ട് നികത്തി ടാറിട്ട് നന്നാക്കിയിരുന്നു. അതിനിടെ 2 മീറ്റർ വ്യാപ്തിയുള്ള ഓവുചാൽ 1/2 മീറ്റർ മാത്രമാക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു. ഇതിനെതിരെയായിരുന്നു നാട്ടുകാരുടെ സമരം. അടുത്ത 10 ദിവസത്തേക്ക് വേനൽ മഴയുള്ളതിനാൽ സ്ഥിതി ഗുരുതരമാകാനാണ് സാധ്യത. വെള്ളക്കെട്ടിനൊപ്പം ചെർക്കള ടൗണിൽ മാലിന്യവും അടിഞ്ഞുകൂടുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.